തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവവചനം കേൾക്കാനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കുന്ന ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിനു മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവ് തിരുവചനത്തിൽ പറയുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയം ഒരുക്കാം. നമുക്കറിയാം, വിതക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു, നല്ല നിലത്ത് വീഴുന്ന വിത്ത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിൽ നല്ല നിലത്ത് വീഴാൻ ഞാൻ ആഗ്രഹിക്കണം. അതിനായിട്ട് എന്നെ തന്നെ ഒരുക്കണം. ഒരുപാട് ആശങ്കകളും ഒരുപാട് അസ്വസ്ഥതകളൊക്കെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം ഒരു തരം അതിജീവനമാണ്. കാരണം ഈ മഹാമാരിയുടെ കാലത്ത് നമുക്കറിയാം, 50 ലക്ഷത്തിലധികം മനുഷ്യർ മരണപ്പെട്ട് കഴിഞ്ഞു. ആരോ പറഞ്ഞു, മരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലത്തെ ഏറ്റവും വലിയ പോരാട്ടം. ബാക്കിയൊക്കെ പിന്നെയാണ്. കോവിഡ് ബാധിച്ച ഒരു മനുഷ്യൻ ഈ അടുത്ത നാളുകളിൽ പറഞ്ഞു, 70 പാരസെറ്റമോൾ ഗുളിക കഴിച്ചു. അത്രയും ഗുളിക ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം പനി മാറട്ടെ, ബാക്കി ഈ ഗുളികയുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. അപ്പോൾ ജീവിതത്തിൽ പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് വിശുദ്ധനായ പാദ്രേ പിയോ. നമുക്കറിയാം, പഞ്ചക്ഷതധാരിയായ ഒരു വലിയ വിശുദ്ധനാണ് പാദ്രേ പിയോ. പാദ്രേ പിയോ പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം പറയുകയാണ്, പ്രേ, ഹോപ്പ് ആൻഡ് ഡോൺ വറി. പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, ആകുലപ്പെടാതിരിക്കുക. എന്നിട്ട് പറയുകയാണ്, വറി ഈസ് യൂസ്ലെസ്. ആകുലപ്പെട്ടുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഗോഡ് ഈസ് മേഴ്സിഫുൾ ആൻഡ് ഹീ വിൽ ഹിയർ യുവർ പ്രയർ. ദൈവം കരുണാമയനാണ്, അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മഹാമാരിയുടെ നടുവിൽ ഇന്ന് വല്ലാതെ ആകുലപ്പെടുമ്പോൾ, ശരിയാണ്, എല്ലാവരും പല രീതിയിൽ ഞെരുക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ അടുത്ത നാളുകളിലാണ് ഒരു ആത്മീയ പുസ്തകത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം വായിച്ചത്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയിലൊന്നും യാദൃച്ഛികമല്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു മഹാമാരിയുടെ അല്ലെങ്കിൽ ഈ COVID-19 വൈറസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രൈസിസുകൾക്കും നടുവിൽ ഈ വിശുദ്ധനായ പാപ്പ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒന്നും യാദൃച്ഛികമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ആക്സിഡൻ്റലായിട്ട് ഒരു വൈറസ് വന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയിലേക്കും തള്ളിവിട്ടതാണോ? ദൈവത്തിൻ്റെ പദ്ധതിയിലൊന്നും യാദൃച്ഛികമല്ലെങ്കിൽ തീർച്ചയായും റോമാലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. അതുകൊണ്ട് തന്നെ പാദ്രേ പിയോയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം, പ്രേ, ഹോപ്പ് ആൻഡ് ഡോൺ വറി. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്, പ്രത്യാശിക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല, ആകുലതകളെ വെടിയേണ്ട ഒരു സമയമാണ്. യോഹന്നാൻ 14:1 ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്ക്, നിങ്ങളുടെ അസ്വസ്ഥതകളെ എനിക്ക് താ, എന്നിൽ വിശ്വസിക്ക്. അപ്പോൾ ഇന്ന് അസ്വസ്ഥത വർദ്ധിക്കുന്നിടത്ത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്. പ്രേ, ഹോപ്പ് ആൻഡ് ഡോൺ വറി. എനിക്കറിയാവുന്ന ഒരു കുടുംബം, അവർ ചില ആത്മീയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇടയ്ക്ക് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും. അവരുടെ ജീവിത പങ്കാളി ചെറിയ ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി ആശങ്കപ്പെടാവുന്നൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു സമയം. ഒരുപാട് വിഷമത്തോടൊക്കെ കൂടെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണേ,
നാളെ ഡോക്ടറെ കാണാൻ പോകുന്നു, സർജറിയാണ്, ഇങ്ങനെയൊക്കെ ഇവർ പറയും. ഒരു ദിവസം ഇവർ ഫോൺ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് പോസിറ്റീവാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാണുന്ന ഒരു സങ്കടം അവരുടെ വാക്കുകളിൽ ഉണ്ടായില്ല. മാത്രമല്ല അവർ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞേ, ബ്രദറെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് പോസിറ്റീവാണ് കേട്ടോ, പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ഭുതം തോന്നി. കാരണം അവരുടെ ഭർത്താവിന് ഒരല്പം ശ്വാസകോശ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളതാണ്, ആശങ്കപ്പെടാവുന്നതാണ്. കാരണം ഈ രോഗം മറ്റൊന്നിലേക്ക് മാറി. പക്ഷേ അവരതിനെ വളരെ ചിരിയോടുകൂടെ എടുത്തു. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ലൈഫ് ഈസ് എ ട്രാജഡി ടു ദോസ് ഹു ഫീൽ, ലൈഫ് ഈസ് എ കോമഡി ടു ദോസ് ഹു തിങ്ക് ഓഫ് ഇറ്റ്. പൂർണ്ണമായ അർത്ഥത്തിൽ യോജിപ്പില്ലെങ്കിലും ചില മനുഷ്യർക്കെല്ലാം ട്രാജഡിയാണ്. അവർ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാറ്റിനെക്കുറിച്ചും ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇന്ന് ഫീൽ ചെയ്യുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന, ലോകത്തിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗം ഡിപ്രഷനാണ്, വിഷാദ രോഗമാണ്. വല്ലാത്ത വിഷാദത്തിലേക്കും മൗനത്തിലേക്കുമൊക്കെ മനുഷ്യർ കടന്നു പോകുന്നു, അപ്രതീക്ഷിതമായ രീതിയിൽ. കാരണം പ്രത്യാശിക്കാനൊന്നുമില്ല. ഓരോ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ഫീൽ ചെയ്യുന്നവർക്ക് ജീവിതത്തിലെല്ലാം ട്രാജഡിയാണ്. എന്നാൽ ജീവിതത്തെ ഒരു പുഞ്ചിരിയോടെ നേരിടുന്ന ചില മനുഷ്യരുണ്ട്. എന്തായാലും ഇവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ നെഗറ്റീവായി, ഒരു മരുന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ബാക്കി എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരു വിഷമം കാണാറുണ്ട്, ഇത്രയും വലിയൊരു ഭയപ്പെടാവുന്ന ഒരു രോഗം വന്നിട്ട് അതുണ്ടായില്ലല്ലോ. അതിനവർ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളാരും വീടിൻ്റെ പുറത്തൊന്നും പോയില്ല, എല്ലാവരും ഈ ഒരു കോവിഡിനെയൊക്കെ പേടിച്ചകത്തിരുന്നു. ആകെ പോയത് ഒക്ടോബർ മാസത്തെ ജപമാലയ്ക്ക് തൊട്ടടുത്ത ആശ്രമത്തിലാണ്. അവിടെ ഞങ്ങൾക്ക് മാത്രമേ പെർമിഷൻ തന്നിട്ടുള്ളൂ. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ പോസിറ്റീവ് അല്ല. അപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒക്ടോബർ മാസം വിശുദ്ധ കുർബാനയ്ക്കും ജപമാല പ്രാർത്ഥനയ്ക്കും പോയിട്ട് കിട്ടിയ സമ്മാനമായതുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞു, ഇത് കർത്താവ് തന്നതാണ്, അതുകൊണ്ട് ഇത് പരിശുദ്ധ അമ്മ ഈ ഒക്ടോബർ മാസം തന്ന സമ്മാനമാണ്, അതുകൊണ്ട് സന്തോഷമായിട്ടങ്ങ് സ്വീകരിച്ച് അവർ ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ചും അവർ ആ ദിവസങ്ങൾ ചെലവഴിച്ചു. ഒരാഴ്ച അല്ലെങ്കിൽ അവരെ പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം നെഗറ്റീവായി. പാദ്രി പിയ പറയാണ്, പ്രേ, ഹോപ്പ് ആൻഡ് ഡോണ്ട് വറി. അപ്പോൾ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നവർക്ക് ആകുലപ്പെടേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ആകുലതകളും അസ്വസ്ഥതകളും നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒറ്റ കാര്യം വേണ്ടു, പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മെഡ്ജുഗോറെ എന്ന് പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സ്ഥലം പലർക്കും അറിയാം, മെഡ്ജുഗോറയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മെഡ്ജുഗോറയിൽ മാതാവ് പറയുന്ന ആത്മീയ സന്ദേശങ്ങൾ ചിലതൊക്കെ എന്നെ വല്ലാതെ സ്പർശിക്കാറുണ്ട്. അങ്ങനെ മാതാവ് പറഞ്ഞ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാചകം വല്ലാതെ ഹൃദയത്തെ തൊട്ടത് ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ദിവസങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാത്തൊരു ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതവും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യൻ്റെ ജീവിതവും വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും പ്രാർത്ഥിക്കാത്തൊരു കുടുംബവും വ്യത്യാസമുണ്ട്. മാതാവ് പറയുക, പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് അത് തീരുമാനിക്കപ്പെടുന്ന നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ട് കൊച്ചുത്രേസ്യ പറഞ്ഞില്ലേ, പ്രാർത്ഥനയെക്കുറിച്ച് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവത്തിലേക്ക് മിഴികൾ ഉയർത്തുക. എൻ്റെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നതിനെയാണ് ഞാൻ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് 121 സങ്കീർത്തനം നമ്മളോട് പറഞ്ഞത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ. അപ്പോൾ സങ്കീർത്തകൻ വളരെ ഉറപ്പോടുകൂടെ പറയാണ്,
പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്നാണ് വരിക? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. അപ്പോൾ എല്ലാ സഹായത്തിൻ്റെയും വാതിലുകൾ അടഞ്ഞു. ഒരു മനോഹരമായൊരു ആത്മീയ ഗാനമുണ്ട്. എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാൽ സ്വർഗ കവാടം തുറക്കും എനിക്കായി സൈന്യം വരും നിശ്ചയം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. അതിന് കണ്ണുകൾ ഉയർത്തണം. വീണ്ടും 119 സങ്കീർത്തനം 37 വാക്യം അവിടെ പറയാണ്, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ, അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റിത്തരണമേ. നോക്കിക്കേ, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. ഇന്ന് മനുഷ്യൻ്റെ നോട്ടം വ്യർത്ഥതകളിലാണ്. അനേക മണിക്കൂറുകൾ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഏജിലാണ്. ഒരല്പം സമയമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്തൂടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണിനെ അയാൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഒരമ്മ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ദൈവവചനമൊക്കെ പറഞ്ഞ പോലെ അത്രയും ഇതിലിങ്ങനെ ഒരു ആരീരം പാടിക്കൊണ്ട് ഇങ്ങനെ അതിനെ തടവി തലോടി എന്തൊരു ഏകാഗ്രതയോടെയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നത്. മദർ തെരേസ പറഞ്ഞു, എന്താണ്, സൈലൻസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. നിശബ്ദത ദൈവത്തിൻ്റെ ഭാഷയാണ്. ഇന്ന് ആർക്കും നിശബ്ദമായിരിക്കാൻ സമയമില്ല. ഒരല്പസമയം കിട്ടുമ്പോൾ ഇന്നലകളിൽ ഒരു ജപമാല ചൊല്ലിയിരുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചിരുന്നവർ, ഒരു സുഹൃദേവൻ ചൊല്ലിയിരുന്നവർ, ഒരു വചനം വായിച്ചിരുന്നവർ, ഇന്ന് അവരുടെ ദൃഷ്ടികൾ ആ കൃപയിൽ നിന്ന് വ്യർത്ഥതയിലേക്ക് മാറിപ്പോയത് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുന്നു. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ദിവസങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതവും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ആ സഹനത്തിൻ്റെ കോവിഡ് വൈറസ് വന്ന ഒരു സമയത്ത് അത് അവരുടെ പ്രത്യാശ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ദൃഷ്ടികൾ വ്യർത്ഥതയിലേക്കാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പാദ്രേ പിയോ പറഞ്ഞത് എന്താണ്? പ്രേ, ഹോപ്പ്. പ്രത്യാശയെക്കുറിച്ച് നമുക്കറിയാം, റോമാലേഖനം 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ നിരാശപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ലോകം പകരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പ്രത്യാശയാണ് നമ്മളെ നിരാശപ്പെടുത്താതിരിക്കുന്നത്. തീർച്ചയായും പ്രത്യാശയുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങളെ വിളിച്ചത് എന്താണ്? ജോയ്ഫുൾ കോൺട്രഡിക്ഷൻ എന്നാണ്. പ്രത്യാശയുടെ അടയാളങ്ങളായിട്ട് മാറുക, പ്രത്യാശയുടെ ജീവിതങ്ങളായിട്ട് മാറുക. ചില മനുഷ്യരങ്ങനെയാണ്. അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. പ്രഭാഷകൻ്റെ പുസ്തകം 27:2 വളരെ മനോഹരമായിട്ട് ഒരു കാര്യം നമ്മളെടുത്ത് പറയുന്നുണ്ട്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അപ്പം ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണം, പുറമേക്കൊക്കെ നോക്കുമ്പോൾ നല്ല മനോഹരമായ വീടാണ്. ഈ അടുത്ത നാളുകളിലൊരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി, അവൾ വളരെ വിഷമിച്ചൊരു ദേവാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വളരെ സമ്പന്നമായ ഒരു വിവാഹം, ആവശ്യത്തിൽ കൂടുതൽ സ്ത്രീധനവും പണം കൊടുക്കലൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയുടെ മുഖത്ത് സന്തോഷമില്ല. അതിനവൾ, ഞാനിങ്ങനെ ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ പെൺകുട്ടി പങ്കുവെച്ചൊരു കാര്യമുണ്ട്. പുറമേക്ക് ഭയങ്കര പുറത്ത് 2 കാറും അതെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ട് ഈ പെൺകുട്ടി സങ്കടത്തോടെ പറയണം, ആ വീടിനകത്ത് സുഹൃത്തെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവരങ്ങടും ഇങ്ങടും അപ്പനും അമ്മയും മക്കളൊക്കെ ദേഷ്യം വരുമ്പോൾ പച്ചത്തേറി വിളിച്ചിട്ടാണ് അങ്ങോട്ടും അഡ്രസ്സ് ചെയ്യുക. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ അപ്പനെ അമ്മേനെ കയറി ഒരു ചീത്തവാക്ക്, അപ്പോൾ അമ്മ അതിനേക്കാളും ഒരു ചീത്തവാക്കും കിടുക. അപ്പോൾ ഇങ്ങനെ പുറമേക്ക് നല്ല വൈറ്റ് പെയിൻ്റാണ് അടിച്ചാണത്. ഇപ്പോൾ 2 വില കൂടിയ കാറ് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് സംസ്കാരമില്ലാത്ത കുറേ മനുഷ്യർ കിടന്ന് അങ്ങോട്ട് കിടന്ന് തെറി വിളിച്ചും കലഹിച്ചും ജീവിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവഭക്തിയിൽ
ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ വീട്. ഇന്ന് എന്തിലാണ് തീക്ഷ്ണത, എന്തിലാണ് നമുക്ക് ദൃഢതയുള്ളത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. അപ്പം കർത്താവിൻ്റെ വചനം പറയാണ്, ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കുന്നു. പലപ്പോഴും പല കുടുംബങ്ങളുടെയും തകർച്ച പതുക്കെ ആരംഭിച്ചിട്ട് അത് പെട്ടെന്ന് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ദിവസങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആത്മീയ നവീകരണത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം കൃപ തന്നത് 1992 ആദ്യമായിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പങ്കെടുത്തൊരു ധ്യാനത്തിലാണ്. എപ്പോഴും ഓർക്കുന്നു, 92 വലിയ കാര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചോ മറ്റൊന്നും അറിയില്ല. ആ ഒരു സമയത്താണ് ഇത്തരമൊരു ധ്യാന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നത്. അന്ന് ലഭിച്ച ഒരു വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു ദാഹമായിരുന്നു. പ്രാർത്ഥിക്കാനുള്ളൊരു ദാഹം. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ വളരെ പ്രിയപ്പെട്ടൊരു സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ആശുപത്രി ചാപ്പലാണ്, ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലാണ്. ആ കത്തോലിക്ക സ്ഥാപനത്തിലെ ചാപ്പലിൽ ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ചില വെള്ളിയാഴ്ചകളിലൊക്കെ രാവിലെ ഒരു 10 മണിക്ക് കയറി ഇങ്ങനെ, അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ സക്രാരി ഉണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ഒരു 10 മണി തുടങ്ങി ഉച്ച വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കഴിച്ച് വീണ്ടും വന്ന് 4 മണി വരെയൊക്കെ ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഓർക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു സന്തോഷം, ഒരു ബലം ഇന്നും ജീവിതത്തിലുണ്ട്. കുറച്ചു കാലം വിദേശ രാജ്യത്ത് ജീവിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനും കാനഡയിലായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കാനഡയിലായിരുന്ന സമയത്ത് അവിടെ ഒരു ആത്മീയമായിട്ട് വളരെ നന്നായിട്ട് തമ്പുരാനോട് ചേർന്ന് നടക്കുന്ന ചില ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരു വ്യക്തി, അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം ഞങ്ങൾ ആ സുഹൃത്തുമായിട്ട് ഒരു സമയം പറഞ്ഞു വെച്ചിട്ട് ഒരു രാത്രി ഒരു 10, 10:30, 11 ആവുന്ന സമയത്ത് വരും വാഹനം ഓടിച്ചിട്ട്. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, ഒത്തിരി ദൂരമുണ്ട്, പക്ഷെ അവിടെ നല്ല, നമുക്കറിയാം വിദേശ രാജ്യമാണ്, റോഡുകളിലൊക്കെ നന്നായിട്ട് വാഹനം ഓടിക്കാൻ ദൂരം അവിടെ ഒരു വിഷയമല്ല, അത് സമയം അത്ര എടുക്കില്ല. അപ്പോൾ ഒരുപാട് ദൂരമൊക്കെ ഉണ്ട്, ചിലപ്പോൾ 10-70 കിലോമീറ്ററൊക്കെ ദൂരെയായിരിക്കാം. എങ്കിൽ പോലും അങ്ങനെയുള്ള 24 മണിക്കൂർ ആരാധനയുള്ള ചില ദേവാലയങ്ങളുണ്ട്. അവിടെ പ്രത്യേകമായൊരു പാസ്കോഡ് കൊടുത്താൽ അവിടെയുള്ള ആ പള്ളിയുടെ ഉള്ളിൽ കയറാം. എന്നിട്ട് സക്രാരിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അത് അൽമായർക്ക് തന്നെ അത് ഒരു കർട്ടൻ നീക്കി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് ആ കർട്ടൻ നീക്കി വെച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പള്ളിയിൽ. രാത്രി 11:30 ചെന്ന് 1 മണി വരെയൊക്കെ ഈ കൊടും തണുപ്പുള്ള, അല്ലെങ്കിൽ എക്സ്ട്രീം ഫോം ഓഫ് സെക്യുലറിസം ഒരു ഭാഗത്ത്, തീവ്ര മതനിരാസത്തിൻ്റെയൊക്കെ ഒരു രാജ്യത്ത് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ തൻ്റെ സഹോദരിയുടെ അമ്മായിയമ്മയെക്കുറിച്ച്, മദർ ഇൻ ലോയെക്കുറിച്ച് പറയുകയാണ്. ആ അമ്മ ഓരോ ദിവസവും 8 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കും. എനിക്കതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. അവർ നേഴ്സായിരുന്നു, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു നല്ല പ്രായത്തിൽ തന്നെ അവർ റിട്ടയർ ചെയ്തു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർ ഈ തൻ്റെ നഴ്സിംഗ് സേവനം, അവിടെയുള്ളൊരു വൈദികരുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററോ മറ്റോ ഉണ്ട്, പ്രായമായ വൈദികരുടെ ഹൗസ്. അവിടെ അച്ഛന്മാർക്കൊക്കെ പോയി സൗജന്യമായിട്ട് സേവനം ചെയ്യും. ബാക്കി മുഴുവൻ സമയവും പ്രാർത്ഥനയാണ്. എന്നിട്ട് ഈ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ അമ്മയുടെ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു അഭിഷേകം അനുഭവപ്പെടും. കാരണം 8 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് നടക്കുന്നത് ഇന്ന് കൊച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു നല്ല വിശുദ്ധമായ ഒരു ഗ്രാമത്തിലല്ല, അമേരിക്ക പോലെയുള്ള ഒരു വളരെ സെക്യുലറിസം ഒക്കെ അടക്കി വാഴുന്നൊരു രാജ്യത്ത് 8 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, അവരുടെ മുറിയിൽ നിരന്തരം പ്രാർത്ഥനയും ദൈവവചനവും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ലൂക്കാ സുവിശേഷം 21-ാമത്തെ അധ്യായം 34-35 തിരുവചനങ്ങളിൽ കർത്താവ് പറയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ
നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിബദിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നോക്കിക്കേ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇതിലെ മൂന്നാമത്തെ ആൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫ് ഡെവിൾ കനോട്ട് മേക്ക് യു ബാഡ് ഹി വിൽ മേക്ക് യു ബിസി എന്ന് ആരോ പറഞ്ഞു. പിശാചിന് നിങ്ങളെ ചീത്തയാക്കാൻ കഴിയില്ലെങ്കിൽ പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഹി വിൽ മേക്ക് യു ബിസി. നിങ്ങൾ തിരക്കുള്ള മനുഷ്യനാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, നമുക്ക് ബലിയർപ്പിക്കാൻ സമയമില്ല, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് കുരിശ് വരയ്ക്കാൻ സമയമില്ല. പരിചയമുള്ള ചില വീട്ടമ്മമാർ പറയും, ഈ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ നീങ്ങി പോയി കഴിയുമ്പോൾ പിശാച് അവിടെ കയറി കളിക്കുക. അന്ന് ആ കുടുംബ പ്രാർത്ഥന നടക്കാതിരിക്കാൻ പാകത്തിനുള്ള കലഹവും വഴക്കും അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് ചില കുഞ്ഞു കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബലം പിടിച്ച് തന്നെ കൃത്യസമയത്ത് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ചില കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കാം, പ്രാർത്ഥന നമുക്ക് ശക്തിയാണ്. പ്രാർത്ഥന, അതുകൊണ്ടാണ് പാദ്രേ പിയോ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്, പ്രാർത്ഥിക്കേ. തീർച്ചയായും പ്രാർത്ഥന നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കും. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകുലതകളെ എടുത്തു മാറ്റും. ഇന്ന് വല്ലാതെ ആശങ്കപ്പെട്ട് ജീവിത വ്യഗ്രതയാൽ ഉഴലുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ തീർച്ചയായും ഈ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നതാണ്. സമയമെടുക്കണം. ഒരു ദേവാലയത്തിൻ്റെ പ്രശാന്തതയിൽ, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്ന ഒരു വാക്കുണ്ട്, അങ്ങയുടെ സന്നിധിയിലിരിക്കാൻ ഒരു നിമിഷാർദ്ധത്തിൻ്റെ ധാരാളിത്തത്തിനായിട്ട് ഞാൻ അർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ അരികിൽ ഇത്തിരി നേരം ഞാൻ ഇരിക്കട്ടെ, നിൻ്റെ അരികിലിരിക്കുക, ഇത്തിരി നേരം എനിക്ക് താ. കാരണം എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങയോട് കൂടെ ഇരിക്കാൻ എന്നെ അനുവദിക്കുക. ഒന്ന് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, എന്നിട്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാം, വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടികൾ കർത്താവെ മാറ്റണമേ, യഥാർത്ഥത്തിലുള്ള സത്യത്തെ ഞാൻ കണ്ടെത്തട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആകുലതകളെയും, നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ കെടുത്തി കളയുന്ന, മനസ്സിനെ ഭരിക്കുന്ന ഭാരത്തെയും എല്ലാം നമുക്ക് നമ്മുടെ പ്രിയ ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ കരം ഈ വചന കേട്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനങ്ങ് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുകയും ചെയ്യാതിരിക്കുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇനി പ്രാർത്ഥനയുടെ ഒരു ജീവിതം എനിക്ക് നയിക്കണം. എനിക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവെ, ഞങ്ങളെല്ലാ ആകുലതകളെയും എടുത്തു മാറ്റണമേ. ആകുലതകളും ആശങ്കകളും പ്രാർത്ഥനകളാക്കി മാറ്റാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹാലേലൂയ. ആമേൻ.